വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിൽ അതിഥി തൊഴിലാളിയായ പ്രധാന സാക്ഷിയെ കണ്ടെത്തി. ബീഹാർ സ്വദേശിയായ ശങ്കർ പശ്വാനെയാണ് കണ്ടെത്തിയത്. സാക്ഷിയായ ചുവന്ന ഷർട്ടുകാരനെ തിരഞ്ഞ് പോലീസ് പരസ്യം നൽകിയിരുന്നു. സിഗരറ്റ് വലിക്കുന്നതിൽ പെൺകുട്ടികളും പ്രതിയും തമ്മിൽ വഴക്കുണ്ടായതാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് സാക്ഷി പോലീസിന് മൊഴി നൽകി. തിരുവനന്തപുരം സ്വദേശിയായ പെൺകുട്ടിയെ കേരള എക്സ്പ്രസിൽ നിന്നും റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ട സംഭവത്തിലെ പ്രധാന സാക്ഷിയായ അതിഥി തൊഴിലാളിയെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. പ്രതിയെ കീഴ്പ്പെടുത്തുകയും പെൺകുട്ടിയുടെ സുഹൃത്തിനെ രക്ഷിക്കുകയും ചെയ്ത യുവാവിനെ അന്വേഷിച്ച് പോലീസ് മുൻപ് പരസ്യം നൽകിയിരുന്നു. പെൺകുട്ടിയും പ്രതി സുരേഷ് കുമാറും തമ്മിൽ വഴക്കുണ്ടായത് സിഗരറ്റ് വലിക്കുന്നതിനെ ചൊല്ലിയെന്ന് സാക്ഷി ശങ്കർ ബിശ്വാസ് പറയുന്നു. സിഗരറ്റ് വലിക്കുന്നത് ഗാർഡ് ചോദ്യം ചെയ്തത് പെൺകുട്ടിയുടെ പരാതിയിലെന്ന് പ്രതി തെറ്റിദ്ധരിച്ചതാണ് പ്രകോപനത്തിന് കാരണമായത്. സ്വദേശമായ ബീഹാറിൽ നിന്ന് ജോലി ചെയ്യുന്ന കൊച്ചുവേളിയിലേക്ക് കേരള എക്സ്പ്രസിൽ ശങ്കറും സുഹൃത്തും മടങ്ങുന്നതിനിടയിലാണ് സംഭവമുണ്ടായത്. एक बुड्ढा ने दारू पी के चढ़ गया और उसको धक्का मार के गिरा दिया लेडीज को। उसमें 2 लेडीज था, एक लेडीज के गिर गया, मैं देखा ना, एक लेडीज नीचे गिर गया तो एक लेडीज को मैं बचाया, उसको भी धक्का मार रहा था। मैं ट्रेन को चैन खींच के मैं उसको बताया। पूरा स्टेटमेंट आपको पुलिस को दिया? हाँ, पूरा स्टेटमेंट दे दिया सर। സംഭവത്തിൽ പോലീസിന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. കേരള എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിലെത്തിച്ച റെയിൽവേ പോലീസ് ആക്രമണം പുനരാവിഷ്കരിച്ചു. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. യാതൊരു പ്രകോപനവുമില്ലാതെ വാതിൽപ്പടിയിലിരുന്ന പെൺകുട്ടിയെയും സുഹൃത്തിനെയും ചവിട്ടി താഴേക്കിട്ടെന്ന് പ്രതി പോലീസിനോട് വിശദീകരിച്ചു. ട്രെയിനിൽ കയറുന്നതിന് മുൻപ് പ്രതി മദ്യപിച്ച കോട്ടയത്തെ ബാറിലെത്തിച്ചും അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു. നാളെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകാനിരിക്കെ പ്രതിയുമായി പരമാവധി വിവരശേഖരണം നടത്തുകയാണ് പോലീസ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.